ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. അതിന്റെ എക്സാക്ട് ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് എത്ര മോഷണം പോയിട്ടുണ്ട് അതും പൈസവും ഇപ്പോൾ അവരെ പറയാനുണ്ട്. അവരുടെ ഫാമിലിയുള്ള വേറെ ഒരു മെമ്പർ ഇപ്പോൾ വരേണ്ടതാണ്. അവർ വന്നിട്ട് എന്താണ് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇന്ന് വെളുപ്പിന് ആ വീട്ടിൽ 5 മണിയോടെ പോയപ്പോൾ ഫ്രണ്ട് ഗേറ്റ് അടഞ്ഞ സാഹചര്യത്തിലും മുൻവശത്തെ വാതിലുകളും അകത്തെ വാതിലുകളും എല്ലാം കുത്തിപ്പൊളിച്ച സാഹചര്യത്തിലാണ് കാണുന്നത്. അങ്ങനെ നോക്കിയ സാഹചര്യത്തിൽ ഏകദേശം 16ലധികം പവൻ നഷ്ടപ്പെട്ടതായും അതുപോലെ മകനും മരുമകളും ഈ വീട്ടിൽ ഇപ്പോൾ ഇല്ല. മറ്റൊരു ജില്ലയിൽ ഗവൺമെൻറ് എംപ്ലോയി ആയതിൻ്റെ പേരിൽ അവരവിടെയാണ് കഴിയുന്നത്. അവർ വന്നാലേ ഇതിൻ്റെ മോഷണം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇനിയും 75 പവനോളം ഈ ഭവൻ വീട്ടിലുണ്ട് എന്നാണ് വിൽസൺ സാർ പറയുന്നത്. നമസ്കാരം. തിരുവനന്തപുരം വിഴിഞ്ഞത്തിനടുത്ത് ഒരു വലിയൊരു കവർച്ച നടന്നിരിക്കുകയാണ്. ഏകദേശം 90 പവനോളം സൂക്ഷിച്ചിരിക്കുന്ന വീട്ടിലാണ് കവർച്ച നടന്നിരിക്കുന്നത്. ആ വീട്ടിലുള്ള ഉടമസ്ഥനായിട്ടുള്ള ഗിൽബർട്ട് എന്ന് പറയുന്ന മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ മുൻവശത്തും സൈഡിലുമായിട്ട് 2 വീടുകളുണ്ട്. ആ വീടുകളിലുള്ളത് ഇവരുടെ സഹോദരങ്ങളാണ്. അപ്പോൾ സഹോദരിയുടെ വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട് ആ വീട്ടിൽ 2-3 മാസങ്ങൾ മുമ്പ് ഒരു മരണം സംഭവിച്ചിരുന്നു. അതിനുശേഷം അവിടെ തനിച്ചായിട്ടുള്ള സഹോദരിക്കൊപ്പം കൂട്ട് കിടക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഗിൽബർട്ടിന്റെ ഭാര്യയും ഒക്കെ ഈ വീട്ടിലേക്ക് വന്നിരുന്നത്. രാവിലെ മുഴുവൻ സമയത്തും ഈ വീട്ടിൽ താമസിക്കുന്ന ഗിൽബർട്ട് രാത്രി മാത്രമാണ് അവർക്ക് തനിച്ചിരിക്കാൻ പേടിയുള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് മാറിയിരുന്നത്. പക്ഷെ ആ ഒരു സന്ദർഭം നോക്കിയാണ് വലിയൊരു കവർച്ച നടന്നിരിക്കുന്നത് എന്നാണ് വിവരം. 2 നിലകളിലായിട്ടുള്ള വീട്ടിൽ 90 പവനിലധികം സ്വർണം ഉണ്ട് എന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. ഇതിൽ എത്ര സ്വർണമാണ് ഇപ്പോൾ മോഷണം പോയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെയുള്ള എല്ലാ സ്വർണത്തിന്റെയും ഉടമസ്ഥർ എന്ന് പറയുന്നത് ഗിൽബർട്ട് മാത്രമല്ല, ഗിൽബർട്ടിന്റെ മകനും മരുമകളും കൂടെ ഉള്ള സ്വർണമാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത്. അപ്പോൾ അവർ സൂക്ഷിച്ചിരിക്കുന്ന അലമാരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അതിനുള്ളിൽ സ്വർണമുണ്ടോ എന്നത് അവർ അഞ്ചലിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ വന്ന് പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. എന്തായാലും പോലീസ് സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് ഫിംഗർ പ്രിന്റ് സംഘം അടക്കം എത്തി പരിശോധനകൾ നടത്തുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വീട്ടിലൊരു പട്ടിയുണ്ട്. പക്ഷെ ആ പട്ടിയെ വീടിന്റെ പുറകുവശത്താണ് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രി അങ്ങനെയുള്ള ബഹളങ്ങളൊന്നും തന്നെ കേട്ടിട്ടില്ല. അത് മാത്രമല്ല, മഴ ഉണ്ടായിരുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ഇത്തരം ഒരു മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അതേ സമയത്ത് വീടിന്റെ മുൻവശത്ത് വാതിൽ കുത്തി തുറന്നിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. പുറകുവശത്തേക്കൊന്നും മോഷ്ടാവ് പോയിട്ടില്ല എന്ന കാര്യം നിലവിലത്തെ സാഹചര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്നുണ്ട്. ഇനി അറിയാനുള്ളത് ഇത് ആരായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ വീട്ടിൽ മരം മുറിക്കാൻ ചില സംഘം എത്തിയിരുന്നത്. പക്ഷേ അവർ ഈ പ്രദേശവാസികളാണ് എന്നും അവർ ഇതിന്റെ പണം കൊടുക്കാൻ വേണ്ടി വീണ്ടും ഈ വീട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നാട്ടുകാരുടെ സംശയം എന്തെന്നാൽ പ്രധാനമായിട്ടും ഈ മരം മുറിക്കാൻ വേണ്ടി വന്ന ആളുകൾ അവർ നൽകിയിട്ടുള്ള പണം അത് ലക്ഷ്യമിട്ടിട്ടായിരിക്കണം മോഷ്ടാക്കൾ ഇവിടെ എത്തിയത് എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ആ പണം മരം മുറിച്ചതിന്റെ പണം മോഷ്ടിക്കാൻ എത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കണ്ട മറ്റ് സ്വർണവും പണവും ഇവർ മോഷ്ടിച്ചു എന്നാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് നിന്നുള്ള ഒരു ആൾ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സംഘം തന്നെ ആയിരിക്കണം ഈ കവർച്ചയ്ക്ക് പിന്നിൽ എന്നുള്ള ഒരു സൂചന കൂടെയുണ്ട്. കാരണം ഇതൊരു റോഡിന്റെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്തുള്ള ഒരു വീടല്ല, അതായത് ഹൈവേ പോലുള്ള സ്ഥലത്തൊന്നുമുള്ള ഒരു വീടല്ല. സ്വാഭാവികമായിട്ട് ഒരു ഗ്രാമപ്രദേശം പോലെ കുറച്ച് ഉള്ളോട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ള ഈ പറയുന്നത് പോലെ ഈ വീട്ടിന്റെ ഉടമസ്ഥൻ അയൽവാസിയുടെ അല്ലെങ്കിൽ സഹോദരിയുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കണം ഇതിന് പിറകിൽ എന്നുള്ള ഒരു സൂചന കൂടെയുണ്ട്. എന്തായാലും പോലീസും സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്, കൃത്യ സമയത്ത് വന്നിട്ടുണ്ട്. ഇനി അന്വേഷണങ്ങൾ തുടരുക
നടന്നിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളും തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നത്. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി അതിന്റെ എക്സാക്ട് ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് എത്ര മോഷണം പോയിട്ടുണ്ട് അതും പൈസവും ഇപ്പോൾ അവർ പറയാനുണ്ട്. അവരുടെ ഫാമിലിയുള്ള വേറെ ഒരു മെമ്പർ ഇപ്പോൾ വരേണ്ടതാണ്. അവർ വന്നിട്ട് എന്താണ് അത് കൃത്യമായിട്ട് മനസ്സിലാവും. എത്ര ആണ് മോഷണം പോയി എന്നുള്ള എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ട് ഏകദേശം? ഇപ്പൊ ഇവർ പറയുന്ന ഒരു 15 പവൻ അടുപ്പിച്ച് ഇപ്പൊ തന്നെ അവർ പറയാനുണ്ട്. ഇപ്പൊ മരുമകൻ വന്നിട്ട് അവർ തന്നെ ചെക്ക് ചെയ്തിട്ട് അവരുടെ എന്തെങ്കിലും സ്വർണം പോയിട്ടുണ്ടോ ഇല്ല അത് നമുക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടും. അവർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പൊ രാത്രി ആളുണ്ടായിരുന്നില്ല, എന്തെങ്കിലും ഇനി ഡൗട്ട് അല്ല, ഇപ്പൊ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാ ആംഗിൾ ഓപ്പൺ ആണ്. ഇപ്പൊ ഈ രാത്രി മഴ ആയതുകൊണ്ട് ആ സമയത്ത് തന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടാവും. നേരത്തെ രേഖിച്ചാനുള്ള സാധ്യതയും ഉണ്ട്. ഇല്ലെങ്കിൽ ഇത് ജസ്റ്റ് വന്നിട്ട് വീട് ലോക്ക് ആയത് കണ്ടിട്ട് തന്നെ ആൾക്കാരെ കയറാനുള്ള സാധ്യത ഉണ്ട്. അതായതുകൊണ്ട് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഓപ്ഷൻ ഓപ്പൺ ആണ്. നമ്മൾ ഇത് ബന്ധപ്പെട്ട് 2-3 ടീമായിട്ട് എല്ലാ CCTV പരിശോധനവും പിന്നെ തൊട്ടടുത്തുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി എല്ലാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൂടെ തന്നെ ഇത് സ്പെഷ്യലായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഇത് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. വെങ്ങാനൂർ പഞ്ചായത്തിൽ മാവള വാർഡിൽ ഉൾപ്പെട്ട മുള്ളുവിള വിൽസൺസ് വില്ലയിൽ വിൽസന്റെ ഭവനത്തിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയ അവർക്ക് 16.5 പവനോളം നഷ്ടപ്പെട്ടതായി കാണുന്നു. ഇന്നലെ ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത വീട് സഹോദരിയുടെ വീടാണ്. ആ സഹോദരിയുടെ മകൻ സ്കൂൾ അധ്യാപകനായിരുന്നു. അറ്റാക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മരണപ്പെടുകയും അതുമുതൽ ആ വീട്ടിലുള്ള വിൽസന്റ് സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എല്ലാവരും ഈ വീട്ടിലാണ് രാത്രി താമസിക്കുന്നത്. ഇവർക്ക് ഒരാശ്രയമായിട്ട് കഴിയുന്നത്. അങ്ങനെ ഇന്ന് വെളുപ്പിന് ആ വീട്ടിൽ 5 മണിയോടെ പോയപ്പോൾ ഫ്രണ്ട് ഗേറ്റ് അടഞ്ഞ സാഹചര്യത്തിലും മുൻവശത്തെ വാതിലുകളും അകത്തെ വാതിലുകളും എല്ലാം കുത്തിപ്പൊളിച്ച സാഹചര്യത്തിലാണ് കാണുന്നത്. അങ്ങനെ നോക്കിയ സാഹചര്യത്തിൽ ഏകദേശം 16-ലധികം പവൻ നഷ്ടപ്പെട്ടതായും അതുപോലെ മകനും മരുമകളും ഈ വീട്ടിൽ ഇപ്പോൾ ഇല്ല. മറ്റൊരു ജില്ലയിൽ ഗവൺമെൻറ് എംപ്ലോയി ആയതിൻ്റെ പേരിൽ അവരവിടെയാണ് കഴിയുന്നത്. അവർ വന്നാലേ ഇതിൻ്റെ മോഷണം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇനിയും 75 പവനോളം ഈ വീട്ടിലുണ്ട് എന്നാണ് വിൽസൺ സാർ പറയുന്നത്. അത് മകനും മരുമകളും വന്നാലേ അവരുടെ കൈവശമാണോ ഈ വീട്ടിലാണോ അത് പോയിട്ടുണ്ടോ എന്നുള്ള അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ വിഴിഞ്ഞം ബഹുമാനപ്പെട്ട SHO ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ഡോസ് സ്ക്വാഡ് മറ്റ് എല്ലാ സംവിധാനവും വന്ന് ഈ മോഷ്ടാക്കളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് ബഹുമാനമുള്ള SHO പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അതുപോലെ ഈ പ്രദേശത്ത് 2 വർഷത്തോളമായി ആട് മോഷണം വളരെ വ്യാപകമാണ്. 6-7 ആടുകൾ മോഷണം പോയിട്ടുണ്ട്. അതിന് ഒരു തുമ്പും ഒരു തെളിവും കണ്ടെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ വിഷയം ഗൗരവമായി പോലീസ് സേന എടുക്കുകയും മോഷ്ടാക്കളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുമെന്ന് നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഇത്രയും ഒരു വലിയ ഒരു മോഷണം, ഇത്രയും ഒരു ഭീകരമായ ഒരു മോഷണം ഇതാദ്യമായിട്ടാണ് നടന്നിരിക്കുന്നത്. അതിൽ ഈ പ്രദേശത്തിൽ എല്ലാവർക്കും ഞെട്ടലുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട അടിവരയിട്ട് പറയുകയാണെങ്കിൽ ഈ വീട്ടിൻ്റെ സാഹചര്യം എന്താണ്, ഈ വീട്ടിൻ്റെ സാഹചര്യമെന്ന് പ്രഥമ ദൃഷ്ടിയെ അറിയാവുന്ന ഒരാളിൻ്റെ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതങ്ങനെ തന്നെ ഈ കേസ് തെളിയുമ്പോൾ അത് മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുകയാണ്. സാറേ നമസ്കാരം.